അത് കഴിഞ്ഞ സുജൂദാണ്. സുജൂദ് എന്താ? ആ സമർപ്പണത്തിന്റെ സമ്മിറ്റാണത്. അതിന്റെ പീക്ക് ലെവലാണ് സുജൂദ് എന്ന് പറയുന്നത്. സമർപ്പണത്തിന്റെ പീക്ക് ലെവൽ, സമ്മിറ്റ് ഓഫ് സബ്മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ പരമമായ രൂപമാണ് നമ്മുടെ എല്ലാ അവയവങ്ങളും താഴെ വെച്ചുകൊണ്ട് എന്താണോ അള്ളാഹുവിന് നമ്മൾ വാക്ക് കൊടുത്തിട്ടുള്ളത്, ആ വാക്ക് കൊടുത്തതിന്റെ പ്രതീകാത്മകമായ സിംബോളിക് ആക്ടിവിറ്റിയാണ് സുജൂദ് എന്ന് പറയുന്നത്. ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നു, സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടിരിക്കുന്നു, സമ്പൂർണ്ണമായി വിധേയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ബോധം നമുക്ക് വേണം രണ്ട് സുജൂദ് ചെയ്യുമ്പോൾ. ഈ വിധേയത്വം പ്രതീകാത്മകമായി നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ കാണിക്കുന്നുണ്ട്? ഞാൻ സമ്പൂർണ്ണമായി വിധേയം. മറ്റൊക്കെ വർത്താനം പറയാണ്. ഫാത്തിഹയിലൂടെ വർത്താനമാണ്, വജ്ജഹത്തിലൂടെ വർത്താനമാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ വർത്താനമാണ്, പിന്നെ അത്തഹിയാത്തിൽ നമ്മൾ വർത്താനമാണ് പറയുന്നത്. ഇതെന്താ? ഇത് വർത്താനമല്ല. ഇത് വർത്താനത്തിനപ്പുറം വർത്തമാനത്തെക്കാൾ ആഴവും പരപ്പും ഡെപ്തും ഡെൻസിറ്റിയുമുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ആ കാണിക്കുന്നത് സുജൂദ്. ഞാൻ നിനക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം? 34 പ്രാവശ്യം. 34 പ്രാവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. തക്ബീറിലൂടെ 94 പ്രാവശ്യം, വജ്ജഹത്തുവിലൂടെ 10 പ്രാവശ്യം, ഫാത്തിഹയിലൂടെ 17 പ്രാവശ്യം, അത്തഹിയാത്തിലൂടെ 9 പ്രാവശ്യം, സുജൂദിലൂടെ 34 പ്രാവശ്യം, റുക്വയിലൂടെ 17 പ്രാവശ്യം. ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കൂ. 181 പ്രാവശ്യം ഒരു ദിവസത്തിൽ അള്ളാഹുവിനോട് നിന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുന്നു. 17 പ്രാവശ്യം അതിനായി നമ്മൾ കെഞ്ചുന്നു ഫാത്തിഹയിലൂടെ. 181 പ്രാവശ്യം നമ്മൾ വാക്ക് കൊടുക്കുന്നു, 17 പ്രാവശ്യം നമ്മൾ അതിനായി കെഞ്ചുന്നു. എന്നിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല നെറികേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ ഇതാണ് നിസ്കാരം. ഇപ്പം ഈ പറഞ്ഞതാണ് നിസ്കാരം. ഇത്രയും പറഞ്ഞ ആളെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം നിർവഹിക്കുന്ന ഒരാളെ ആ നമസ്കാരം നീചവും നിഷിദ്ധവുമായ കർമ്മങ്ങളിൽ നിന്ന് തടയില്ലേ? സ്വാഭാവികമായിട്ട് തടയില്ലേ? അല്ലറ ചില്ലറ തെറ്റുകളൊക്കെ വരും. ഗുരുതരമായ പാപം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിക്കില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ചെയ്തു പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് പശ്ചാത്തപിച്ച് അയാൾ ആ പ്രവർത്തനം അവിടെ വച്ച് നിർത്തും. അങ്ങനെയാണോ നമ്മളെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക.